ഇപ്പം നമ്മളിന്ന് രാവിലെ തുടങ്ങിയ വീഡിയോ ആണ്. അതിൻ്റെ ബാക്കി എന്നോണം വേറൊരു മൈക്കും കൂടിയും പുതിയത് സെറ്റ് ചെയ്ത് വെച്ചു. വയേർഡായിട്ടുള്ളൊരു മൈക്ക്, ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിറ്റി അങ്ങനെ ഉണ്ടാണോ? മറ്റേതിന് ചെറുതായിട്ട് പതറിച്ച് വന്നിരുന്നു. പുതിയ സെറ്റിങ്സിലാക്കിയിട്ട് പോലും അതിൽ പതറിച്ച് വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലെങ്ങനെയാണ് നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. ഇതിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. മറ്റേത് വയർലെസ് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു അഡാപ്റ്റർ അതിൻ്റെ അടിയിൽ തൂക്കിയിടണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചടങ്ങുകളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് സൗകര്യം. ഈ നേരായ കാരണം ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഓഡിയോ ആണിത്. ഇത്ര നേരം ഗ്ലാസ് തുറന്നിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഐ മീൻ മറ്റേ ഹെൽമെറ്റിൻ്റെ വയസ്സ്. ഇരുട്ട് കൂടി കൂടി വരുന്നുണ്ട്. നമ്മുടെ ലൈറ്റ് സെറ്റിങ്സ് എങ്ങനെയാവണാവോ? ഇന്നലെ സെറ്റ് ചെയ്തത് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുമാതിരി കളറായിരുന്നു അത്. ഇന്നിപ്പോൾ വീണ്ടും കുറച്ച് ഞാൻ വണ്ടി നിർത്തിയിട്ടിട്ട് കുറച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ ആവണമെങ്കിൽ അത് അടിപൊളിയായി. ഹൈവേയിലത്തെ സ്പീഡിൽ വരുമ്പോഴുള്ള നോയിസ് ക്യാൻസലേഷൻ അത്രയ്ക്ക് ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ ഈ വീഡിയോയിൽ അറിയാൻ പറ്റും തോന്നണില്ലേ? കാരണം ഇവിടെ ഫുള്ള് ട്രാഫിക്കല്ല. ഇതെന്താണ് ഇത്രയും ട്രാഫിക് കൂടി ഇന്ന് സൺഡേ ആയിട്ട്? അതപ്പോൾ അവിടുത്തെ ട്രാഫിക്ക് മാത്രമായിരുന്നു ആ ജംഗ്ഷനില്ല. ഇനിയിപ്പോൾ എന്തായാലും വേഗം പോവാം. പോയിട്ട് ഇന്ന് എന്ത് ചെയ്യും? വീട്ടിൽ റൂമിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല. വീണ്ടും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. പോസ്റ്റാവും വീട്ടിൽ. റൂമിൽ ആരുമില്ല അവിടെ. മൂക്കടഞ്ഞ പോലെയാണ് ആ വോയിസ് വരുന്നത്. എനിക്കങ്ങനെ തോന്നണം. മൈക്ക് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് ഇരിക്കണ്ടായിരുന്നെ. അതുകൊണ്ട് ചിലപ്പോൾ ഒരു മൂക്കടഞ്ഞ പോലത്തെ വോയിസ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഈ വഴിക്ക് വന്നിട്ട് കുറച്ച് നാളായി. ഏകദേശം 2 ആഴ്ചയ്ക്ക് മേലെയായി എറണാകുളത്തേക്ക് വന്നിട്ട്. രാവിലെ എടുത്ത വീഡിയോയിൽ മറ്റേ ഫോഗ് കയറിയിട്ടുണ്ടായിരുന്നു. ലെൻസിനകത്ത് മറ്റേ ഒരു ഗ്ലെയർ പോലെ കണ്ടായിരുന്നു. ഗ്ലെയറല്ല, ഒരു മറ്റേ ഈർപ്പം പിടിച്ച പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് ആ ഗ്ലാസ് ജസ്റ്റ് തുറന്ന വഴിക്ക് അത് പോയി. ലെൻസ് കവർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വഴിക്ക് അത് പോയി. അന്നേരം മഴയും പെയ്യുണ്ടായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് ആ നനവായിട്ടായിരിക്കാം. പക്ഷെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയതായിട്ട് തോന്നുന്നില്ല. അതെന്തോ ഒരു ഈർപ്പത്തിൻ്റെ സെറ്റപ്പാണ്. ക്യാമറ ചൂടാവുമല്ലോ, അപ്പോൾ ചൂടാവുമ്പോൾ അതിൽ ക്യാമറ ബോഡിയുടെ ഉൾഭാഗം ചൂടായിരിക്കില്ലേ? അപ്പോൾ അങ്ങനെ വല്ല ഈർപ്പം എന്തായിരിക്കും. ഈർപ്പം മറ്റേ ഫോഗ് പോലെ, കാറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഫോഗ് വരില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. അമ്പോ
ഇവിടെയൊക്കെ ഞാൻ ഇതിന് മുന്നേ വന്നപ്പോഴൊന്നും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെ, മെട്രോൻ്റെ പണിക്ക് വേണ്ടിയിട്ട് പില്ലർ കുത്തുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. അതെ, ഇവിടെ മുന്നത്ര ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടല്ലായിരുന്നു, ഇതൊക്കെ ഓപ്പൺ ആയിരുന്നു ഒരു വിധം. 2 ആഴ്ചയുടെ ഈ കാര്യങ്ങളൊക്കെ സെറ്റായി. വേഗം നടന്നാൽ മതിയായിരുന്നു. മെട്രോ എന്തായാലും കാക്കനാട് സൈഡിലേക്ക് അത്യാവശ്യമാണ്. കാരണം പകൽ സമയത്ത് നമുക്ക് പകലായാലും രാത്രിയായാലും ബസ്സുകളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ് കാക്കനാട് ഇൻഫോ പാർക്ക് ഏരിയയിൽ. കാക്കനാടേക്ക് ബസ്സുണ്ട്, ഇൻഫോ പാർക്കിൻ്റെ അവിടേക്ക് ബസ്സുകളുടെ എണ്ണം കുറവാണ്. ഇതിപ്പോൾ ഈ മെട്രോ വരെ ഇൻഫോ പാർക്ക് വരെ വന്നാലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ വലിയ കാര്യം എന്തെങ്കിലും ചെയ്യണേല്. കാക്കനാട് വരെ കൊണ്ടുവന്ന് നിർത്തി അവസാനിപ്പിക്കുകയാണെങ്കിൽ വെറുതെ ആവും. അടുത്ത ബ്ലോക്ക് ഇവിടെ വോയിസ് കമാൻഡ് ഇത് ഈ ഹെഡ്സെറ്റിലായപ്പോൾ കറക്റ്റായിട്ട്, സോറി, ഈ മൈക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് എടുക്കുന്നുണ്ട്. മറ്റേ പഴയ മൈക്കിലായിരുന്നപ്പോൾ കറക്റ്റായിട്ട് വോയിസ് കമാൻഡുകൾ എടുത്തിരുന്നില്ല. ഇതിങ്ങോട്ട് തിരിയാനാണോ? എനിക്ക് നേരെയാണ് പോകേണ്ടത്. നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട്. ഞാൻ വിചാരിച്ചൊന്നും അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, സൺഡേ അല്ലേ. ഗ്രീൻ ലൈറ്റ് ഞങ്ങൾക്കാണ് ഓണായുള്ളത്. ഇവരെന്തിങ്ങനെ കിടക്കണേ? ശരിക്കും ഗ്രീൻ ലൈറ്റ്, റെഡ് ലൈറ്റ് ബാക്കി വണ്ടികൾക്ക് റെഡ് ലൈറ്റ് കത്തുമ്പോഴാണ് നടക്കാനുള്ള ആൾക്കാർക്ക് ലാസ്റ്റ് ഒരു 10 സെക്കൻഡ് ഗ്രീൻ ലൈറ്റ് കത്തുക. ഇത് വണ്ടികൾ പോകുന്ന ഗ്രീൻ ലൈറ്റിൽ തന്നെ പെഡസ്ട്രിയൻസും ക്രോസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? അപകടങ്ങളുണ്ടാവും. എന്നിട്ട് വണ്ടികൾ നിർത്തിയില്ല എന്നിട്ട് കുറ്റം പറയും. വണ്ടികൾ സ്പീഡിൽ വന്നിട്ട് കുറ്റം പറയും. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പെർഫെക്റ്റ്. ഇത് അത്യാവശ്യം നല്ല ബ്ലോക്കാണ്, അങ്ങ് വരെ ഉണ്ട് ബ്ലോക്ക്. ഇത് കടന്ന് റൂമിലെത്തുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നു. അങ്ങ് അറ്റം വരെയുണ്ട് ബ്ലോക്ക്. ഇതെന്താണ് ഇത്രയധികം ബ്ലോക്ക്? അപ്പോൾ ഒരു ഹൈവേ റെക്കോർഡിങ് വീഡിയോ കിട്ടിയില്ല, സാധാ ഒരു വീഡിയോ കിട്ടിയുള്ളൂ. ഇതിൽ ഉള്ള ക്വാളിറ്റി എന്തോരുണ്ടെന്ന് അറിയില്ല. കാരണം ഹൈവേയിലാകുമ്പോഴും നമുക്ക് കാറ്റ് പിടിക്കുന്ന സൗണ്ട് നന്നായിട്ട് അറിയാം, ഇത് കത്തായി പോകണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിനുള്ള സെറ്റിങ്സാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇന്നത് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറച്ച് നല്ല നല്ല വീഡിയോസ് വരും. നമ്മൾ വീഡിയോ എടുത്ത് പഠിച്ച് തുടങ്ങിയിട്ടുള്ളൂ. റെഗുലർലി വീഡിയോസൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ എടുക്കുന്ന വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ എവിടേക്കാണ് യാത്ര ചെയ്യുമ്പോൾ എടുക്കുന്ന വീഡിയോസ് തന്നെ ഉണ്ടാവുള്ളൂ. റെഗുലറിൽ പോയിട്ട് വീഡിയോ എടുക്കാനുള്ള അല്ലെങ്കിൽ ആ ലെവലിലേക്കും നമ്മൾ എത്തിയിട്ടില്ല. അത് ഭാവിയിലാവുമായിരിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ വർക്കിൻ്റെ ഒപ്പം ഈ സംഭവം ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.